എൻ്റെ പേര് അഭിരാമി പി. ഞാൻ ഇന്റേൺഷിപ്പ് ചെയ്തത് സെക്രട്ടേറിയറ്റിലായിരുന്നു. മെന്റർ എന്ന് പറയുന്നത് രാജേഷ് സാറാണ്. ഇതൊരു എക്സ്പീരിയൻസ് ആണ്. ഫിലിം മേക്കർ ആൻഡ് ആക്ടറാണ്. അപ്പം അതുകൊണ്ട് തന്നെയാണ് വിഷ്വൽ മീഡിയ ചൂസ് ചെയ്തത്. എൻ്റെ പേര് അഭിരാമി പി. ഞാൻ കേരള കൗമുദിയിലാണ് ഇന്റേൺഷിപ്പ് ചെയ്തത്. ഞാൻ കേരള കൗമുദിയിൽ ഓഡിയോ വിഷ്വൽ ഡിപ്പാർട്ട്മെൻറ്റിലാണ് ഇന്റേൺഷിപ്പ് ചെയ്തത്. എൻ്റെ മെൻറ്റർ ലിയോ സാറായിരുന്നു. സാർ അവിടുത്തെ ഡെപ്യൂട്ടി എഡിറ്റർ ആയിരുന്നു. എനിക്ക് അവിടെ നിന്ന് കിട്ടിയ ബിഗസ്റ്റ് ടേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടീമായിട്ട് എങ്ങനെ പ്രോപ്പർലി ഹാൻഡിൽ ചെയ്ത് വർക്ക് ചെയ്ത് പോകാൻ പറ്റുമെന്നുള്ളത് മനസ്സിലായി. പിന്നെ സാറ് നല്ലൊരു മെൻറ്ററായിരുന്നു. സാറ് പേഷ്യൻസും പിന്നെ ആങ്കറൊക്കെ എങ്ങനെ മാനേജ് ചെയ്യണം, സാർ എങ്ങനെയായിരുന്നു സാറിൻ്റെ ലൈഫിൽ അച്ചീവ് ചെയ്തതെന്നുള്ളതിനെ പറ്റി പറഞ്ഞു. അതാണ് എൻ്റെ ബിഗസ്റ്റ് ടേക്ക്. എനിക്ക് അടുത്ത് വരുന്ന ജൂനിയേഴ്സിന് കൊടുക്കാനുള്ള അഡ്വൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റേൺഷിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പഠിക്കുന്ന ഫീൽഡിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നുള്ളതിൻ്റെ ഒരു സാമ്പിളായിട്ടുള്ള നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ കിട്ടും. അതാണ് എനിക്ക് പറയാനുള്ളൊരു അഡ്വൈസ്. പിന്നെ കേരള കൗമുദി ചൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും ഇന്റേൺഷിപ്പിന്. കാരണം അവിടുത്തെ സ്റ്റാഫ് ഭയങ്കര സപ്പോർട്ടീവാണ്. അവിടുത്തെ മെൻറ്ററായ ലിയോ സാറായാലും നമ്മളെ നല്ല രീതിക്ക് ഗൈഡ് ചെയ്യും. ഹായ്, ഞാൻ സ്വപ്ന. ഞാൻ ഇന്റേൺഷിപ്പ് ചെയ്തിരുന്നത് ഗവൺമെന്റ് സെക്രട്ടേറിയറ്റിലാണ്. അവിടെ ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെന്റിലായിരുന്നു. വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ വിങ്ങിലാണ് ഞാൻ ചെയ്തിരുന്നത് ഇന്റേൺഷിപ്പ്. അപ്പോൾ ഞങ്ങളെ ഗൈഡ് ചെയ്തിരുന്നത് സതികുമാർ സാറായിരുന്നു. പുള്ളിക്കാരൻ അവിടുത്തെ ഇൻഫർമേഷൻ ഓഫീസറാണ്. അപ്പോൾ ഞാനും ഷീജയും കൂടെ ടീമായിട്ടാണ്, ഞങ്ങൾ ഒരുമിച്ചാണ് ഗ്രൂപ്പായിട്ട് വർക്ക് ചെയ്തിരുന്നത്. അവിടുത്തെ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയ വർക്ക് എന്ന് പറയുമ്പോൾ സ്ക്രിപ്റ്റ് എഴുതാനായിരുന്നു. കൂടുതൽ സ്ക്രിപ്റ്റ് ചെയ്യാനായിട്ടായിരുന്നു. അവിടെ ഇൻഫർമേഷൻ വീഡിയോസിന് വേണ്ടിയിട്ട് സ്ക്രിപ്റ്റ് ചെയ്യുക, അങ്ങനെയൊക്കെ ആയിരുന്നു വർക്ക് കൂടുതൽ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സ്ക്രിപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞങ്ങൾക്കൊരു റീൽ പ്രൊഡക്ഷൻ ചെയ്യാനായിട്ട് പറ്റും. 2 ചെയ്യാനായിട്ട് ഇരുന്നതാണ്. ഒന്ന് ടെക്നിക്കൽ എറേഴ്സ് കാരണം നടന്നില്ല. ഒരു റീല് നമുക്ക് ചെയ്യാനായിട്ട് പറ്റി. ഒരു ഇൻഫർമേഷൻ റീലായിരുന്നു അത്. ഒരു സർപ്പ ആപ്പിൻ്റെ ചെയ്യാനായിട്ട് പറ്റി. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അതിൽ കിട്ടി. ഞങ്ങൾക്ക് കൂടുതലും ഇന്റേൺഷിപ്പ് ചെയ്തതിലൂടെ പ്രാക്ടിക്കലായിട്ട് നമ്മുടെ ഈ ഒരു ഫീൽഡിൽ എങ്ങനെ നമുക്ക് എന്താ പറയുക, എങ്ങനെ നമുക്ക് ഇതിലൊരു എക്സ്പോഷർ കൊണ്ടുവരാം എന്നുള്ളൊരു സാധനം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന്. അതുപോലെ തന്നെ മെൻറ്ററാണെങ്കിലും ഞങ്ങളെ നന്നായിട്ട് തന്നെ സാറ് ഞങ്ങളെ ഗൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓൾ ദ ഇന്റേൺഷിപ്പ് ത്രൂ ഔട്ട് ഞങ്ങളെ ഗൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ജൂനിയേഴ്സിനോടുള്ള ഒരു അഡ്വൈസ് എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് കുറച്ച് ഡേയ്സ് മാത്രമേ ഇന്റേൺഷിപ്പിന് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ അവിടെ ഒന്ന് സെറ്റായി വന്നപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ഇന്റേൺഷിപ്പ് കഴിഞ്ഞു എന്ന് പറഞ്ഞു. കാരണം എക്സാം ഒക്കെ വന്നിട്ട് ഒരു 20 ഡേയ്സ് മാത്രമാണ് ഇന്റേൺഷിപ്പിന് ചെയ്യാനായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ജൂനിയേഴ്സിന് കുറച്ചുകൂടെ ടൈം കിട്ടട്ടെ, കുറച്ചുകൂടെ ഒന്ന് കുറേ ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു ഫീൽഡാണ് ഈ ഒരു ഇന്റേൺഷിപ്പിൻ്റെ ഒരു ഇതെന്ന് പറയുമ്പോൾ. 4th സെമ്മിൽ തന്നെ അത് കിട്ടുന്നതെന്ന് പറയുന്നത് വലിയ കാര്യമാണ്. അപ്പോൾ നന്നായിട്ട് അത് യൂട്ടിലൈസ് ചെയ്യുക. കിട്ടുന്ന ഓപ്പർച്യൂണിറ്റി കളയണ്ട, നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യുക. ഹായ്, ഞാൻ ആരൻ. ഞാൻ ജയ്ഹിന്ദിലാണ് ഇന്റേൺഷിപ്പ് ചെയ്തത്. അവിടെ വിഷ്വൽ മീഡിയയിലായിരുന്നു എനിക്ക് വർക്ക് അസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ വൈ ഐ ചൂസ് വിഷ്വൽ മീഡിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ആസ്പയറിങ് ഫിലിം മേക്കർ ആൻഡ് ആൻ ആക്ടറാണ്. അപ്പം അതുകൊണ്ട് തന്നെയാണ് വിഷ്വൽ മീഡിയ ചൂസ് ചെയ്തത്. ഓവറോൾ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ എനിക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. ഇപ്പം ലൈറ്റിങ്ങിനെ പറ്റി ആയാലും വീഡിയോ എങ്ങനെയാണ് എടുക്കുന്നത്, ആസ് ആൻ ആക്ടർ ക്യാമറയുടെ മുമ്പിൽ എങ്ങനെ നിൽക്കണം, അങ്ങനെയൊക്കെ ഉള്ള കുറേ കാര്യങ്ങൾ എനിക്ക് അവിടെ നിന്ന് പഠിക്കാൻ പറ്റി. പിന്നെ ഔട്ട്ഡോർ റിപ്പോർട്ടിങ്ങും ഔട്ട്ഡോർ ഷൂട്ടൊക്കെ കുറേ ചെയ്തു. അപ്പം അവിടെ നിന്നൊക്കെ എങ്ങനെ ഔട്ട്ഡോർ പോകുമ്പോൾ ലൈറ്റിംഗ് നമ്മൾ മാനേജ് ചെയ്യണം, ക്യാമറ ഏത് ആംഗിൾ വെച്ചാൽ നന്നായിരിക്കും, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ എനിക്ക് പഠിക്കാൻ പറ്റി. അതൊക്കെ ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. പിന്നെ എൻ്റെ മെൻറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി 3 മെൻറ്റേഴ്സ് ഉണ്ടായിരുന്നു. ഒരാൾ ഗൈഡും ബാക്കി 2 പേര് മെൻറ്റേഴ്സും. സോ ഒരാൾ രാമകൃഷ്ണൻ സർ, സെക്കൻഡ് അനിൽ സർ, പിന്നെ ബ്യൂറോ ചീഫായിട്ടുള്ള നിഖിൽ സർ. ഇത്രയും പേരായിരുന്നു എൻ്റെ മെൻറ്റേഴ്സ്. അപ്പോൾ ഇവരുടെയൊക്കെ ഗൈഡൻസിൽ നന്നായിട്ട് വർക്ക് ചെയ്യാൻ പറ്റി. ഓരോ കാര്യങ്ങൾ ഇവർ പിൻ പോയിൻ്റ് ആയിട്ട് എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെ വർക്കാണ് ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാമെന്നൊക്കെ ഉള്ളത്. പിന്നെ ജൂനിയേഴ്സിന് എനിക്ക് കൊടുക്കാനുള്ള അഡ്വൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ വിചാരിച്ച സ്ഥലത്ത് തന്നെ നമുക്ക് കിട്ടണമെന്നില്ല. കിട്ടിയ ഏത് സ്ഥലമാണോ അവിടെ പോയി മാക്സിമം ജെല്ലാവാൻ നോക്കുക. കാരണം അങ്ങനെ ആയിക്കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ചെയ്യുന്ന വർക്ക് നമുക്ക് ഇഷ്ടപ്പെട്ട് സ്ട്രെസ്ഫുൾ അല്ലാതെ ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ അവിടെ നിന്ന് കിട്ടിയ ഏറ്റവും വലിയ മൊമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഡ്രീം ഗുരുവായിട്ടുള്ള മോഹൻലാലിനെ കാണാൻ പറ്റി എന്നുള്ളതാണ്. അതും നേരിട്ട് കാണാൻ പറ്റി. പുള്ളി എന്നെ നോക്കി, ഞാനും പുള്ളിയെ നോക്കി, അങ്ങനെയൊക്കെ ഉള്ള കുറേ മൊമെൻ്റ് ഉണ്ടായി. പുള്ളിയുടെ കുറേ ഫോട്ടോസ് ക്ലിക്ക് ചെയ്യാൻ പറ്റി. പുള്ളിയെ കണ്ടൊന്ന് ഹായെങ്കിലും പറയാൻ പറ്റി. അതൊന്നും ഞാൻ വിചാരിച്ചില്ല നടക്കുന്നൊന്നും. അപ്പോൾ അങ്ങനത്തെ കുറേ മാനിഫെസ്റ്റ് ചെയ്തുള്ള കാര്യങ്ങൾ എനിക്ക് അവിടെ പോയതുകൊണ്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. എൻ്റെ പേര് ഫഹത്ത്. ഞാൻ ആദ്യം കൗമുദിയിലാണ് എനിക്ക് ഇൻറ്റേൺഷിപ്പിന് കിട്ടിയത്. അപ്പോൾ അവിടെ എന്ന് വെച്ചാൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് പഠിക്കാൻ പറ്റി. കൂടുതലും ചെയ്യാൻ പറഞ്ഞത് പത്രങ്ങളിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായോ അതിനെക്കുറിച്ച് നമ്മൾക്ക് മനസ്സിലായ കാര്യങ്ങൾ എഴുതാനാണ് പറഞ്ഞത്. അപ്പം എനിക്ക് കുറച്ചും കൂടി ചിന്തിക്കാനുള്ള ആ ഒരു ഇത് കിട്ടി. അപ്പം അത്രയാണ് പഠിക്കാൻ പറ്റി.
പിന്നെ കുറേ ജനങ്ങളോട് എങ്ങനെ പെരുമാറാൻ പറ്റി, അങ്ങനെ ഫീൽഡിൽ ചെന്നിട്ട് വെച്ചാൽ പേട്ടയിലാണ് എനിക്ക് ഇൻറ്റേൺഷിപ്പ് കിട്ടിയത്. അപ്പോൾ പേട്ട മാർക്കറ്റിൽ ചെന്നിട്ടാണെങ്കിൽ ജനങ്ങളോട് അവിടുത്തെ സാഹചര്യങ്ങൾ, അപ്പം അവർ സംതൃപ്തിയാണോ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചോദിക്കാൻ പറ്റി. അപ്പോൾ എനിക്ക് കുറേ ജനങ്ങളോട് ഇങ്ങനെ സംസാരിക്കണമെന്ന് ഒരിത് കിട്ടി. ആദ്യമൊന്നും എനിക്ക് സംസാരിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അത് കുറച്ചായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. എൻ്റെ മെൻറ്റർ എന്ന് പറയുന്നത് രാജേഷ് സാറായിരുന്നു. അപ്പോൾ സാർ എന്നെ കുറേ സഹായിച്ചിട്ടുണ്ട്. എനിക്ക് മലയാളത്തിലാക്കിയാണ് നമുക്ക് എഴുതാനുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് കുറേ അക്ഷരത്തെറ്റുകൾ അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ സാറ് എന്നെ സഹായിച്ചിട്ട് കുറേ അക്ഷരത്തെറ്റുകളൊക്കെ മാറ്റി അങ്ങനെ കുറച്ച് മലയാളമൊക്കെ എനിക്ക് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. അപ്പം സാറിനെ കുറിച്ച് ഇത്രയൊക്കെ പറയുള്ളൂ. അപ്പം ബാക്കി കുട്ടികളെക്കുറിച്ച് പറയണമെങ്കിൽ നമ്മൾക്കിതൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പം പത്രത്തിലെന്ന് പറയുമ്പോൾ എഴുതാനും അങ്ങനെ ചിന്തിച്ചിട്ട് വേണം നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ അങ്ങനെ ചിന്താശേഷി നമ്മളെ കൂട്ടാൻ സഹായിക്കും. എൻ്റെ പേര് ആദിത്യ പി. ഞാൻ ഇൻറ്റേൺഷിപ്പ് ചെയ്യുന്നത് സെക്രട്ടേറിയറ്റിലെ INPRD ഡിപ്പാർട്ട്മെൻറ്റിലെ പ്രസ് റിലീസ് ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു. അവിടെ എന്ന് പറയുമ്പോഴത്തേനും എനിക്ക് 2 മെൻറ്റർ, ഒരു ഗൈഡ് അങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. പ്രതീഷ് സാറായിരുന്നു മെൻറ്ററായിട്ട്, പിന്നെ ദിവ്യ മാം, പിന്നെ ഒന്ന് അരവിന്ദ് സാർ. ഇവർ 3 പേരായിരുന്നു. അതിൽ മാമും ദിവ്യ മാം അരവിന്ദ് സാറും എനിക്ക് വർക്ക് എപ്പോഴും തന്നുകൊണ്ടിരുന്നത് ന്യൂസ് എങ്ങനെ എഴുതാം, പിന്നെ എങ്ങനെ പ്രോപ്പറായിട്ട് അതിനെ എങ്ങനെ സ്ട്രക്ചർ ചെയ്യാം എന്നൊക്കെ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ഫീൽഡ് റിപ്പോർട്ടിങ് ചെയ്യാൻ വേണ്ടി എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ അഡ്വൈസ് എന്ന് പറയുന്ന ഒരു ഇതിലെന്ന് പറയുമ്പം അതൊരു എക്സ്പീരിയൻസ് ആണ്. എല്ലാവരും ഇൻറ്റേൺഷിപ്പ് കിട്ടുക, അതായത് ഇങ്ങനെ റിപ്പോർട്ടിങ് ചെയ്യാൻ പോവുക, ന്യൂസ് എഴുതുക, അതൊക്കെ വലിയൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ അതെല്ലാം എല്ലാവരും എക്സ്പ്ലോർ ചെയ്യണം എന്നാണ് പറയാനുള്ളത്.